ശമ്പള വർധന ആവശ്യപ്പെട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 3 ദിവസം പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ സംസ്ഥാന സർക്കാർ. സമരവേദിയിൽ നിന്നും അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണോ നഴ്സുമാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്? തീർച്ചയായും രോഹിണി, കോഴിക്കോട് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചൂടാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുകയാണ്. പക്ഷേ അതൊന്നും ബാധിക്കാത്ത വലിയ രീതിയിലുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ സമൂഹം പ്രത്യേകിച്ച് കോഴിക്കോടുണ്ട് എന്നുള്ളതാണ്. സ്വകാര്യ ആശുപത്രിയിലെ കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരാണ് ഇവിടെ ഇങ്ങനെ സമരത്തിലിരിക്കുന്നത് എന്നുള്ളതാണ്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ തുടർച്ചയായി ഈ സമരം ഇരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു സമരം ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ ചർച്ചയെ തുടർന്ന് സമരം അല്പം ദിവസത്തേക്ക് സമരം മാറ്റിവെച്ചിരുന്നു. ആ ചർച്ചയിൽ പരിഹാരം കാണുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവരുടെ അടിസ്ഥാനപരമായി ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ഇവരുടെ അടിസ്ഥാന ശമ്പളം അത് 40,000 രൂപ ആക്കുക എന്നുള്ളതാണ്. അതായത് തങ്ങൾ അത് ചോദിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിൻ്റെയോ ഔദാര്യമല്ല, തങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. കാരണം അത്രയധികം മണിക്കൂറുകൾ നീണ്ട ഒരു സമയപരിധിയില്ലാത്ത ആ രീതിയിൽ തൊഴിലെടുക്കുന്നവരാണ് ഞങ്ങൾക്ക് ഈ വേതനം മതിയോ എന്ന ചോദ്യമാണ് ഇവിടെയുള്ള ഓരോരുത്തരും ചോദിക്കുന്നത് എന്നുള്ളതാണ്. എത്ര ദിവസമായി നിങ്ങൾ ഇവിടെ സമരത്തിനിരിക്കുന്നു? ഇവിടെ 2 ദിവസമായി. അതിന് മുന്നേ മാനാഞ്ചിറയായിരുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളെ സാലറി 20K ആണ് ഞങ്ങൾക്ക് ബേസിക് ഉണ്ടായിരുന്നത്. അതിലോട്ട് ഇപ്പോൾ ഞങ്ങൾ സീനിയർ സ്റ്റാഫാണ്, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ അതിലോട്ട് ഒരു 15K കൂടിയാണ് എക്സ്ട്രാ ചോദിക്കുന്നത്. 35K ബേസിക് ആക്കി തരാനാണ് ചോദിക്കുന്നത്. കടുത്ത ചൂടാണ് പുറത്ത്. ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ ഇവിടെ സമരത്തിലിരിക്കുന്നത്. എത്ര ദിവസമായി? എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ലേ? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ എത്രത്തോളം അത് മാനേജ്മെന്റ് ഇതായിട്ടുണ്ടെന്ന് അറിയത്തില്ല. അവരെന്താ പറയുന്നതെന്ന് അറിയില്ല. രോഹിണി, അത് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ച് വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ചൂട് കാലത്താണ് ഇവരെ പോലുള്ള നമ്മൾ മാലാഖമാരെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പറ്റം വരുന്ന നഴ്സുമാരാണ് ഇവിടെ ഇങ്ങനെ സമരത്തിൽ ഇരിക്കുന്നത്. എന്തായാലും സമരം നീണ്ടുപോവുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പോലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ശരി അനഘ, ശമ്പള വർധന ആവശ്യപ്പെട്ട കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 3 ദിവസം പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ സംസ്ഥാന സർക്കാർ. സമരവേദിയിൽ നിന്നും അനഘ ഹർഷനാണ് തത്സമയ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.